മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നതിന് ശേഷം ഖുതുബായി ഭൂമിയിൽ തന്നെ വന്ന് ഖുതുബുൽ അഖ്താബായി ഭൂമിയിൽ തന്നെ വന്നതിൻ്റെ ശേഷം പിന്നെ ഹയ്യായ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ, ഈ പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റുള്ളൂ. മുത്തുനബിയുടെ പ്രതിനിധിയായി മുത്തുനബി ഇരുന്ന അതേ ചെയറിൽ ഇരിക്കുകയാണ് അൽ ഖുതുബ് അൽ ഗൗസ് എന്ന് പറയുന്ന മഹാന്. മുത്തുനബിക്കുള്ള ആ സ്ഥാനം കിട്ടുന്നത്. കേട്ടില്ലേ സഹോദരങ്ങളെ? അപ്പൊ ഈ കുത്തുബ് എന്നുള്ള ഈ സാങ്കേതിക പദം ഉണ്ടല്ലോ, ഇത് ഒരു വിശദീകരിച്ച് അവസാനം കുഫർ എന്നുള്ളടത്തൊക്കെ എത്തുക. കാരണം ഇതിൽ തന്നെ എന്താ പറഞ്ഞത്, മുത്തുനബിക്കുള്ള അതേ സ്ഥാനമാണ് കുത്തുബിനുള്ളത്. എന്ത് തോന്നിയാസാണോ ഈ പറഞ്ഞത്? മുത്തുനബിക്കുള്ള സ്ഥാനം വേറെ മനുഷ്യനുണ്ടാവുമോ? കാരണം മുത്തുനബി ഇരിക്കുന്ന അതേ ചെയറിൽ ഇരിക്കുന്ന ആളാണ് കുത്തുബ്. ആ കുത്തുബ് ലോകത്ത് ആദ്യം വന്ന കുത്തുബ് മുത്തുനബിയാണ്, ഭൂമിയിൽ വന്ന കുത്തുബ് മുത്തുനബിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മുത്തുനബി വഫാത്തായതിനു ശേഷം പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും കുത്തുബ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും കുത്തുബുണ്ട്. ചോദിക്കട്ടെ, ആരാണ് ഇന്നത്തെ കുത്തുബ്? ഈ ഭൂമിയിൽ ഓരോ സ്ഥലത്തും കുത്തുബുണ്ട് എന്നവർ പറയണത്. ഓരോ ജില്ലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ കുത്തുബുണ്ട്. ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ ഭൂമിയിൽ കുത്തുബുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന കുത്തുബുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള കുത്തുബ് ആര്? ലോകത്തിന്റെ നിയന്ത്രണമുള്ള കുത്തുബ് ആര്? നിങ്ങൾ ആളെന്ന് പറയടോ. നിങ്ങൾ ഓരോരുത്തരും ജീവൻ പോയതിനു ശേഷം മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തുബായിരുന്നു, കുത്തുബുൽ ആലമായിരുന്നു, കുത്തുബുൽ അക്താബായിരുന്നു എന്ന് വിളമ്പിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താ ഇപ്പെന്ന് പറഞ്ഞു കൊടുത്താലത്?